നമ്മൾ സൂക്ഷിച്ച് സംസാരിക്കണം. കരയിലേക്ക് നാളെ ട്രോളായി വന്ന് എൻ്റെ പൊന്നോ അല്ലേ, അറിയാലോ. ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയൊരു മിസ്സിംഗ് ആയിട്ട് തോന്നിയത് കലാഭവൻ മണിയാണ്. ചാലക്കുടിയിൽ എന്ത് നടക്കുമ്പോഴും കലാഭവൻ മണിയുടെ സാന്നിധ്യം ആ വേദിയിൽ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? നമസ്കാരം. വലിയ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കാൻ. ചാലക്കുടിയിൽ ഓരോ പ്രോഗ്രാം നടക്കുമ്പോഴും ഇപ്പൊ കുറേ കാലമായി ഞാൻ ചാലക്കുടിയിൽ ഫംഗ്ഷനിൽ പങ്കെടുത്തിട്ട് കുറച്ചായി. ചാലക്കുടിയിൽ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ഈ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയൊരു മിസ്സിംഗ് ആയിട്ട് തോന്നിയത് കലാഭവൻ മണിയാണ്. പക്ഷേ ചാലക്കുടിയിൽ എന്ത് നടക്കുമ്പോഴും കലാഭവൻ മണിയുടെ സാന്നിധ്യം ആ വേദിയിൽ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. മണിയെ സ്മരിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചതിലും ഇതിലേക്ക് എന്നെ വിളിച്ചത് നമ്മുടെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്തു സഹോദരനായ റാഫേലേട്ടനാണ്. റാഫേലേട്ടൻ ഞാൻ ഒരിക്കൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ എന്തൊക്കെയോ പണി നടക്കണം. അപ്പോൾ ഞാൻ റാഫേലേട്ടനെ വിളിച്ചു വെച്ചു, റാഫേലേട്ട ഇവിടെ എന്താ നിങ്ങൾ ചെയ്യാൻ പോണേ? അപ്പോൾ പറഞ്ഞില്ല, അത് CG പാർക്കാണ് വരുന്നത്, ഗ്രാഫിക്സ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആണ് ഇവിടെ വരാൻ പോകുന്നത്. ചെറുപ്പക്കാർക്ക് ക്രിക്കറ്റ് അല്ലെങ്കിൽ സ്പോർട്സ് അങ്ങനെയുള്ള എല്ലാത്തിലും കഴിവ് തെളിയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്ക് വലിയൊരു വാതിൽ തുറന്നു കൊടുക്കുന്നത് തന്നെയാണ് റേസ്. റാഫേലേട്ടനും സഞ്ജുവിനും എല്ലാവിധ ആശംസകൾ നേരുന്നു. അതുപോലെ ഞാൻ ഇതുവരെ കാണാത്ത വലിയൊരു കൂട്ടായ്മ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി, വലിയൊരു കൂട്ടായ്മയാണത്. കാരണം ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയുടെ ശക്തി. ഇവിടെ സംസാരിക്കുമ്പോൾ പോലും നമ്മൾ സൂക്ഷിച്ച് സംസാരിക്കണം. കരയിലേക്ക് നാളെ ട്രോളായി വന്ന് എൻ്റെ പൊന്നോ അല്ലേ, അറിയാലോ. അപ്പം അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. എന്തായാലും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. റാഫേലേട്ടനും സഞ്ജുവിനും അതുപോലെ എൻ്റെ സുഹൃത്തുക്കളായ ടൊവിനോ, ബേസിൽ, എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ചാലക്കുടിക്കാർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു ദിലീപ് ഏട്ടാ, താങ്ക് യു സോ മച്ച്.